എക്സിക്യൂട്ടീവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ്, അതുപോലെ തന്നെ അതിൽ വരുന്ന പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ്, അതുപോലെ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ പ്രൈം മിനിസ്റ്റർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ അതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സിവിൽ സർവീസ്, അല്ലെങ്കിൽ നമ്മളതിൽ പറയുന്ന ബ്യൂറോക്രസി, അല്ലെങ്കിൽ അവരെ പറയുന്നു പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ സിവിൽ സർവീസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ശ്രദ്ധിക്കുക, സിവിൽ സർവീസ് ഓർ നമ്മൾ പറയുന്നത് ബ്യൂറോക്രസി മീൻസ് ഉദ്യോഗസ്ഥ സംവിധാനം, പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതെല്ലാം തന്നെ അതിൽ വരുന്നതാണ്, സിവിൽ സർവീസിൽ വരുന്നവരാണ്. അപ്പോൾ അവരെ നമ്മൾ പറയുന്നത്, അവരെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്കിൽഡ് ഒഫീഷ്യൽസ് ഹൂ വർക്ക്സ് permanent employees of the government are assigned the task of assisting ministers, formulating policies and laws implementing in the nation എന്നാണ്. മനസ്സിലായില്ലേ? അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പരീക്ഷകളിൽ വിജയിച്ച് കടന്നു വന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതാണ് ഇവിടെ പറയുന്നത് അവരെ പറയുന്നത് സ്കിൽഡ് ഒഫീഷ്യൽസ് ആണ്. സ്കിൽഡ് ഒഫീഷ്യൽസ് ഹൂ വർക്ക്സ് പെർമനൻ്റ് എംപ്ലോയീസ്. മനസ്സിലായില്ലേ? സ്കിൽഡ് ഒഫീഷ്യൽസ് ഹൂ വർക്ക്സ് പെർമനൻ്റ് എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെൻറ് ആർ അസൈൻഡ് ദി ടാസ്ക് ഓഫ് അസിസ്റ്റിംഗ് മിനിസ്റ്റേഴ്സ്. മനസ്സിലായ? അതായത് മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും രാഷ്ട്രത്തിൻ്റെ നയങ്ങളെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നതിനും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ കടന്നു വന്ന പെർമനൻ്റ് എംപ്ലോയീസിലെ സ്കിൽഡ് ഒഫീഷ്യലെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സിവിൽ സർവീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്കിൽഡ് ഓഫീഷ്യൽസ് ഹൂ വർക്ക്സ് പെർമനൻ്റ് എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെൻറ് ആർ അസൈൻഡ് ദി ടാസ്ക് എന്ന് പറയുന്നത്, അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഓഫ് അസിസ്റ്റിംഗ് മിനിസ്റ്റേഴ്സ്. ആരെയും അസിസ്റ്റ് ചെയ്യുക, മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ലോസ് ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദി നേഷൻ. രാജ്യത്തിൻ്റെ നയങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നതിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടി കടന്നു വന്ന സ്കിൽഡ് ഒഫീഷ്യൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് എന്നൊക്കെ പറയാം. സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഫങ്ഷൻസ്. അടുത്ത് ഞാൻ പറയുന്ന ഫങ്ഷൻസാണ് പറയാൻ പോകുന്നത്. ഫങ്ഷൻസ്, അവരുടെ ജോലി എന്താണ്, അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അവരുടെ എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സുകളുടെയോ അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ ജോലി എന്താണ്, അവരുടെ ധർമ്മം, പ്രധാനമായിട്ടുള്ള അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ലോസ്. എന്ത് ഫോർമുലേറ്റ് ചെയ്യുക? ലോസ്, നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. മറ്റൊന്ന്, ഹെൽപ്സ് ടു മേക്ക് പ്ലാനിങ് ഇൻ ദ കൺട്രി. അല്ലേ? പ്ലാനിങ് ഇൻ ദ കൺട്രി, രാജ്യത്തിൻ്റെ എന്താണ് പദ്ധതികൾ നടപ്പാക്കുന്നതിനെ അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യുന്നതിന് സഹായിക്കുക. ഹെൽപ്സ് ടു പ്രിപ്പയർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് സംബന്ധിച്ച് അവർ സഹായിക്കുക. ടു റെക്കമെൻഡ് മേജർ സജഷൻ ടു ദ മിനിസ്റ്റേഴ്സ്. ഒരുപാട് സജഷൻസ് മിനിസ്റ്റേഴ്സിന് കൊടുക്കുക, നിർദ്ദേശങ്ങൾ. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾക്കോ അല്ലെങ്കിൽ മറ്റ് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ
എന്താണ് ഈ പറഞ്ഞ രീതിയിൽ സജഷൻസ് കൊടുക്കാൻ ഒക്കെ ആരാണ്? ഈ പറഞ്ഞ പെർമനൻ്റ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായേ? അതാണ് പറഞ്ഞിട്ട് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ലോസ്, നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുക. ഹെൽപ്സ് ടു മേക്ക് പ്ലാനിങ് ഇൻ ദ കൺട്രി, അല്ലേ? പ്ലാനിങ് ഇൻ ദ കൺട്രി മേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്സ് ചെയ്യുക. ഹെൽപ്സ് ടു പ്രിപ്പയർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി സഹായങ്ങൾ കൊടുക്കുക. ടു റെക്കമെൻഡ് മേജർ സജഷൻ ടു ദി മിനിസ്റ്റേഴ്സിന് ഒരുപാട് എന്ത് ചെയ്യുക, സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് സഹായങ്ങളായിട്ട് സഹായിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ് ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താണ് പിന്നീട് ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സുകളോ അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കിൽഡ് ഒഫീഷ്യൽസ് ഹു വർക്ക്സ് പെർമനൻ്റ് എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെൻറ് are assigned the task of assisting ministers formulating policies and laws implementing in the nation. രാജ്യത്തിൻ്റെ നയങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിനും നിയമങ്ങൾ നടപ്പാക്കുന്നതിനും പിന്നീട് മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി കടന്നു വന്ന ഒരു കൂട്ടം എംപ്ലോയീസിനെ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, അവരുടെ ചുമതല എന്ന് പറയുന്നതാണ് അതെന്ന് പറയുന്നത് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ലോസ്, നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക. മറ്റൊന്ന് ഹെൽപ്സ് ടു മേക്ക് പ്ലാനിങ് ഇൻ ദ കൺട്രി, അല്ലേ? പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന, രാജ്യത്തിൻ്റെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. ഹെൽപ്സ് ടു പ്രിപ്പയർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ സഹായിക്കുക. ടു റെക്കമെൻഡ് മേജർ സജഷൻ ടു ദ മിനിസ്റ്റേഴ്സിന് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതായത് പുതിയ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സജഷൻസ് മിനിസ്റ്റേഴ്സിന് കൊടുക്കുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ള അംഗങ്ങളുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. കേട്ടോ, ഇതതിൻ്റെ ഡെഫിനിഷനും ഇത് അവരുടെ എന്തൊക്കെ ചുമതലകളെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ആൾ ഇന്ത്യ സർവീസ്, മറ്റൊന്ന് സെൻട്രൽ സർവീസ്, മറ്റൊന്ന് സ്റ്റേറ്റ് സർവീസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് സർവീസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സിവിൽ സർവീസ്. കേട്ടോ, ടൈപ്സ് ഓഫ് സിവിൽ സർവീസ്. ഇതിലൊന്നാമതായിട്ട് വരുന്നത് ഓൾ ഇന്ത്യ സർവീസ്, മറ്റൊന്ന് സെൻട്രൽ സർവീസ്, മറ്റൊന്ന് സ്റ്റേറ്റ് സർവീസ്. ഇങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പം പ്രധാനമായിട്ടും ഓൾ ഇന്ത്യ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് പിന്നീട് ദ ഒഫീഷ്യൽസ് ഹൂ ഡു ദെയർ ഡ്യൂട്ടി അണ്ടർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് കാൾഡ് ആൾ ഇന്ത്യ സർവീസ് എന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിവിൽ സർവീസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിവിൽ സർവീസാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ഞാൻ പറഞ്ഞ ഏതെന്ന് പറയുന്നത് ആൾ ഇന്ത്യ സർവീസ്. അതാണ് ആൾ ഇന്ത്യ സർവീസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ആവശ്യത്തിനായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ നിയമിതരാകുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിൽ വരുന്നത്, അഖിലേന്ത്യാ സർവീസിൽ കടന്നു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ 2 തരം അഖിലേന്ത്യാ സർവീസുകളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് IAS, അതുപോലെ തന്നെ IPS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ അതുപോലെ തന്നെ ദേ ആർ ഇലക്റ്റഡ് ത്രൂ ദ എക്സാം കണ്ടക്റ്റഡ് ബൈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. ഇതിൽ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസിലേക്ക് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെയൊക്കെ
അവർ നിയമിതരാകുന്നത് അവരൊരു പ്രത്യേകം പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC എന്ന് പറയും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ പറഞ്ഞ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ നടത്തി അവർ ഈ ലെവലിൽ കടന്നു വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന 2 പ്രധാനപ്പെട്ട സർവീസുകളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഏത് IAS അതുപോലെ തന്നെ IPS. മനസ്സിലായില്ലേ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസുമാണ്. ഇന്ത്യൻ ഭരണഘടന 2 തരം അഖിലേന്ത്യാ സർവീസുകൾക്കാണ് ആദ്യം രൂപം നൽകിയത്. ഏതൊക്കെയാണ് ആദ്യം രൂപം നൽകിയ 2 ആൾ ഇന്ത്യ സർവീസാണ്? ഒന്നെന്ന് പറയുന്നത് അത് IAS, മറ്റൊന്ന് IPS. അതുപോലെ തന്നെ IAS IPS ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത്. മനസ്സിലല്ലേ? ഏത് ഗവൺമെൻറ്റാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. അതിൽ തന്നെ വരുന്ന ഞാൻ പറഞ്ഞത് ദേ ആർ ഇലക്റ്റഡ് ത്രൂ ദി എക്സാം കണ്ടക്റ്റഡ് ബൈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ പറഞ്ഞ ഈ ടാലൻറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആ എക്സാം വിജയിച്ച ഉദ്യോഗസ്ഥരായിട്ടാണ് പിന്നീട് അവരെന്ത് ചെയ്യുന്നത് ഓരോരോ സ്റ്റേറ്റുകളിലായിട്ട് നിയമിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഏതെന്ന് പറയുന്നത് ആൾ ഇന്ത്യ സർവീസ്. ആൾ ഇന്ത്യ സർവീസ്. മനസ്സിലായോ? അപ്പോൾ ആൾ ഇന്ത്യ സർവീസ് നമ്മൾ പറഞ്ഞ അത് IAS IPS എന്നിവയ്ക്ക് പുറമേ പിന്നീട് വന്ന അഖിലേന്ത്യാ സർവീസുകളാണ് പിന്നീട് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, അതുപോലെ തന്നെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസസ്. ഇതെല്ലാം പിന്നീട് വന്ന അഖിലേന്ത്യാ സർവീസുകളാണ് കേട്ടോ. ഓർത്തോളണം. ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ IAS IPS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസും ഈ 2 തുടക്കത്തിൽ വന്ന അഖിലേന്ത്യാ സർവീസുകളാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നീട് വന്ന അഖിലേന്ത്യാ സർവീസുകളാണ് പിന്നീട് അത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്, അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, അതുപോലെ ഇന്ത്യൻ എക്കണോമിക് സർവീസസ്, അതുപോലെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസ്. ഇതൊക്കെ നമുക്ക് ഏതിൽ വരാം? ഈ ആൾ ഇന്ത്യ സർവീസിൽ വരുന്ന മറ്റ് സർവീസുകളാണ്. ഓക്കെ മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് ആൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുന്നത് എന്താണ് ആൾ ഇന്ത്യ സർവീസ് എന്നോ അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് ചെയ്തതെന്നല്ല. ഇതിൽ ഓരോ സർവീസിലും വരുന്ന പിന്നീട് വന്ന സർവീസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 2 മാർക്കിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. മനസ്സിലായോ? സ്റ്റേറ്റ് സർവീസിൽ വരുന്ന അല്ലെങ്കിൽ സെൻട്രൽ സർവീസിൽ വരുന്ന സർവീസുകൾ ഏതൊക്കെയാണ്? അപ്പോൾ അത് തരംതിരിച്ച് പഠിച്ചു വയ്ക്കണം. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾ ഇന്ത്യ സർവീസ് IAS ആൻഡ് IPS. ഓക്കെ. അതുപോലെ വരുന്നതാണ് പിന്നീട് സെൻട്രൽ സർവീസ് എന്ന് പറയും. സെൻട്രൽ സർവീസ് രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്? സെൻട്രൽ സർവീസ്. ദ ഒഫീഷ്യൽസ് ഹു ഡു ദെയർ ഡ്യൂട്ടി only under central government is called central service. The officials who do their duty only under central government is called central service. They are elected through the exam conducted by UPSC. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UPSC ആണ് ഇത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ വരുന്നത് ഇന്ത്യൻ റെയിൽവേ സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേ സർവീസസ് ആൻഡ് ഇന്ത്യൻ ഫോറിൻ സർവീസസ്. ഇന്ത്യൻ റെയിൽവേ സർവീസസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസസ്. ഇതൊക്കെ സെൻട്രൽ സർവീസിൽ വരുന്ന സർവീസാണ്. ഓക്കെ. അപ്പം യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് ഏതെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർവീസായിട്ട് അറിയപ്പെടുന്നത്. പിന്നീട് കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. അതുപോലെ തന്നെ ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ എല്ലാം തന്നെ നടത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആര് തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിലുള്ള എക്സാം എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇതിൽ വരുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസസ്, അതുപോലെ ഇന്ത്യൻ റവന്യൂ സർവീസസ്. ഇന്ത്യൻ റവന്യൂ സർവീസസ് എന്നിവയാണ് കേന്ദ്ര സർവീസിലുള്ള കീഴിലുള്ള പ്രധാന സർവീസുകൾ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ റവന്യൂ സർവീസസ് ആൻഡ് ഇന്ത്യൻ ഫോറിൻ സർവീസസ്. ഓക്കെ. അതാണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ സർവീസിൽ വരുന്നത്. സെൻട്രൽ സർവീസിൽ അപ്പോൾ ഓരോ സർവീസിലും വരുന്ന ഇത് ഓർമ്മിച്ചുകൊള്ളണം. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ് സർവീസാണ്. സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസ്
എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് നിയമനങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ് സർവീസിൽ നടത്തുന്നതെല്ലാം തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ആണ് ഇതിലുള്ള എക്സാം തന്നെ നടത്തുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു UPSC ആണ് ഇവിടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ രണ്ടിലും നടത്തുന്നത്. ഇവിടെ സ്റ്റേറ്റ് സർവീസിൽ വരുമ്പം PSC പബ്ലിക് സർവീസ് കമ്മീഷനാണ് സ്റ്റേറ്റ് സർവീസിൽ ഈ പറഞ്ഞ നിയമനങ്ങളെല്ലാം തന്നെ നടത്തുന്നത് കേട്ടോ. അതിൽ തന്നെ ഓർമ്മിക്കേണ്ടത് സംസ്ഥാന വിൽപ്പന നികുതി സർവീസസ്, അതുപോലെ സംസ്ഥാന സിവിൽ സർവീസസ്, സംസ്ഥാന എഞ്ചിനീയറിംഗ് സർവീസസ്, സംസ്ഥാന മെഡിക്കൽ സർവീസസ്, അതുപോലെ സംസ്ഥാന വിദ്യാഭ്യാസ സർവീസസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർവീസ് മുതലായവയാണ് പ്രധാന സംസ്ഥാന സർവീസുകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി. അപ്പം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ പറഞ്ഞ പോളിസീസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇവരെല്ലാം തന്നെ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് ആ എക്സാമിൽ കൂടി പാസ്സായി വന്നവരാണ്. സ്റ്റേറ്റ് സർവീസിലെ എക്സാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓരോ സർവീസിലും വരുന്ന സർവീസുകൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കുക. അത് 2 മാർക്കിന് ചോദിക്കും. 2 കോളം തന്നിട്ട് ഇതൊക്കെ ഏതൊക്കെ സർവീസുകൾ ഏതെല്ലാം രീതിയിൽ വരും എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒന്നുകൂടെ പറയാം, നമ്മളിന്ന് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ബ്യൂറോക്രസി അല്ലെങ്കിൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്തെന്നാണ്? ബ്യൂറോക്രാറ്റ്സ് ഓർ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. ഒഫീഷ്യൽസ്, സ്കിൽഡ് ഒഫീഷ്യൽസ് ഹു വർക്ക്സ് പെർമനൻ്റ് എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെൻറ് ആർ അസൈൻഡ് ദി ടാസ്ക് ഓഫ് അസിസ്റ്റിംഗ് മിനിസ്റ്റേഴ്സ് ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ലോസ് ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദി നേഷൻ. രാജ്യത്തിൻ്റെ നയങ്ങളെല്ലാം തന്നെ നടപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടി വരുന്ന സ്കിൽഡ് ഒഫീഷ്യൽസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ചുമതലകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ചുമതലകൾ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്? ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ലോസ്, നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുക. ഹെൽപ്സ് ടു മേക്ക് പ്ലാനിങ് ഇൻ ദ കൺട്രി, രാജ്യത്തിൻ്റെ പ്ലാനിങ് മേക്ക് ചെയ്യുന്നതിന് സഹായിക്കുക. ഹെൽപ്സ് ടു പ്രിപ്പയർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് സഹായിക്കുക. അതുപോലെ തന്നെ ടു റെക്കമെൻഡ് മേജർ സജഷൻസ് ടു ദ മിനിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? ടു റെക്കമെൻഡ് മേജർ സജഷൻ ടു ദ മിനിസ്റ്റേഴ്സിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ പിന്നീട് കടന്നു വന്ന സ്കിൽഡ് ഒഫീഷ്യൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയാം. അതാണ് നമ്മൾ അത്രയും പറഞ്ഞത്. ഇനി അതിൽ വരുന്ന ടൈപ്സ് ഓഫ് സിവിൽ സർവീസാണ് നമ്മൾ പറഞ്ഞ 3 ടൈപ്സ് ഓഫ് സിവിൽ സർവീസാണ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസ്, മറ്റൊന്ന് സെൻട്രൽ സർവീസ്, മറ്റൊന്ന് സ്റ്റേറ്റ് സർവീസ്. ഓർമ്മിക്കുക, അതൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ് കേട്ടോ. ഇവിടെ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ആവശ്യത്തിനായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ സംസ്ഥാനത്തോ നിയമിതരാകുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഏതിൽ വരുന്നത്? അഖിലേന്ത്യാ സർവീസിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു എക്സാം എഴുതി അതിൽ വിജയിച്ചവരാണ്. ഈ എക്സാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ് കണ്ടെത്തുന്നത്. UPSC എന്ന് പറഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിൻ്റെ എക്സാം എല്ലാം തന്നെ നടത്തുന്നത്. അതിൽ വരുന്ന ആദ്യത്തെ കടന്നു വന്ന 2 ആൾ ഇന്ത്യ സർവീസാണ് എന്ന് പറഞ്ഞത്. ഒന്ന് IAS മറ്റൊന്ന് IPS. IAS മീൻസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, മറ്റൊന്ന് ഇന്ത്യൻ പോലീസ് സർവീസ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരുപാട് അഖിലേന്ത്യാ സർവീസുകൾ കടന്നു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ് വരുന്നുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വരുന്നുണ്ട്, അതുപോലെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസസ്. ഇതൊക്കെ പിന്നീട് ഇങ്ങോട്ട് വന്ന ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നതാണ്.
മറ്റൊന്ന് വരുന്നത് രണ്ടാമത് വരുന്നത് സെൻട്രൽ സർവീസ്. സെൻട്രൽ സർവീസ് എന്ന് പറയുമ്പം കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസിൽ പ്രധാനമായിട്ടും പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് എന്ന് പറയുന്നത് സെൻട്രൽ സർവീസ് എന്ന് പറയുന്നത്. ഇവിടെയും ഈ സർവീസിലെയും പ്രധാനമായിട്ടും ഈ എക്സാം തന്നെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? UPSC തന്നെയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിലുള്ള എക്സാം എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സെൻട്രൽ സർവീസിലാണ്. ഒന്ന് എന്ന് പറയുന്നത് IRSഉം അതുപോലെ തന്നെ IFSഉം. മനസ്സിലായില്ല? IRS മീൻസ് ഇന്ത്യൻ റവന്യൂ സർവീസസ്, മറ്റൊന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസസ്. അതെല്ലാം തന്നെ വരുന്നത് ഏതിലാണ്? സെൻട്രൽ സർവീസിൽ വരുന്നതാണ്. പിന്നീട് ഇങ്ങോട്ട് കേന്ദ്ര സർവീസിൽ അനേകം വിഭാഗങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസസ്, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസസ്, ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് എക്സൈസ് സർവീസസ്, അതുപോലെ തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസസ്. അങ്ങനെ നിരവധി സർവീസസ് പിന്നീട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ രീതിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിനെല്ലാം തന്നെ എക്സാം എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കായിട്ട് ഭരണനിർവഹണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു ചെറിയ വിഭാഗമാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സർവീസിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ അവർക്ക് വേണ്ട എക്സാം എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത് PSC ആണ്. പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതെല്ലാം തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി വിഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? ജോബ് കിട്ടുകയും അതിൽ നിരവധി സർവീസുകൾ, അതിനൊന്നാണ് ഞാൻ പറഞ്ഞ സംസ്ഥാന വിൽപ്പന നികുതി സർവീസസ്, അതുപോലെ സംസ്ഥാന സിവിൽ സർവീസസ്, സംസ്ഥാന എഞ്ചിനീയറിംഗ് സർവീസസ്, സംസ്ഥാന മെഡിക്കൽ സർവീസസ്, അതുപോലെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ സർവീസ്. ഇങ്ങനെ നിരവധി സർവീസുകൾ അതിൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് സർവീസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താണ് ആൾ ഇന്ത്യ സർവീസ് എന്നോ, എന്താണ് സെൻട്രൽ സർവീസ് എന്നോ, എന്താണോ സ്റ്റേറ്റ് സർവീസ് എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾ ഇന്ത്യ സർവീസിൽ വരുന്ന സർവീസുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് 2 കോളങ്ങളിലായിട്ട് ചോദിക്കും. ഇപ്പോൾ ചോദിക്കും IFS എന്ന് പറയുന്നത് ഏതിൽ വരുന്നതെന്ന് ചോദിക്കും, ഏത് സർവീസിൽ വരുന്നതാണെന്ന് ചോദിക്കും. അങ്ങനെ ഇത് ഡിസോർഡറായിട്ട് തന്നിരിക്കും, അതിനെന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യണം? കൃത്യതയോടുകൂടി പഠിക്കണം. ഓക്കെ.